കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഖ്യാബലം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായി BJPക്ക് ഉണ്ടായിരിക്കുന്ന വളർച്ചയാണ്. 2014 ഏതാണ്ട് 40% വോട്ട് ലഭിച്ചിരുന്ന LDFന് 2024 ആയപ്പോഴേക്കും 33% വോട്ടായി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 7% വോട്ടുകളുടെ കുറവാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന CPMൽ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുറവ് BJPയുടെ വളർച്ചയ്ക്ക് കാരണമാക്കി എന്നാണ് അർത്ഥമാക്കേണ്ടത്. കാരണം BJP ഗണ്യമായി അവരുടെ വോട്ടിംഗ് ശതമാനം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കഴിഞ്ഞ ഒരു ദശാബ്ദമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന കരട് രേഖയിൽ അവർ പറയുന്നത് RSSന്റെയും BJPയുടെയും സംയുക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഭൂരിപക്ഷ വർഗീയത വർദ്ധിപ്പിച്ചതിന്റെ ഫലമായിട്ടുമാണ് ഈ വർധനവുണ്ടായിരിക്കുന്നത് എന്നതാണ്. അവർ BJPയും RSSും ഒക്കെ ഹൈന്ദവ സമുദായത്തിന്റെ ആരാധനാലയങ്ങളെയും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ഹൈന്ദവ സംഘടനകളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. സ്ത്രീകളെ പ്രത്യേകിച്ചും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തേക്ക് ആളുകൾ കൂടുതൽ ചേരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ആളുകൾ അവരുടെ ഭാഗത്തേക്ക് പോകുന്നത് എന്നതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് CPMും അതുപോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM, അവരുടെ കരട് രേഖയിൽ പറയുന്നത് ഇനിയും വിശ്വാസപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെ നമ്മൾ പ്രവേശിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഹൈന്ദവരെ ഇങ്ങനെ ഒറ്റയടിക്ക് BJPയുടെ കുടക്കീഴിൽ അണിനിരത്തുന്നതിന് അവർ എങ്ങനെയാണോ ആരാധനാലയങ്ങളെയും മറ്റും ഉപയോഗിക്കുന്നത് ആ അളവിലല്ലെങ്കിലും ഏതാണ്ട് ആ മട്ടിൽ വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും ഒന്നും മുന്നോട്ട് പോകുന്നത് ഇനിയും ആശാസ്യമല്ല എന്നവർ ഒരു സ്വയവിമർശനത്തിലൂടെ കണ്ടെത്തുകയാണ്. അതുപോലൊപ്പം തന്നെ അവർ പറയുന്നത്, അവരുടെ രേഖയിൽ പറയുന്നത്, ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളിലൊക്കെ പൊതുവായി ഒരു തീവ്ര നിലപാടുകളുള്ള ആളുകൾ ധാരാളമായിട്ടുണ്ട്. അത്തരം തീവ്ര നിലപാടുകളുള്ള സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ അതിനെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു വശവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ BJPക്കുണ്ടായ വളർച്ചയിലാണ് ഏറ്റവും അധികം ആശങ്ക. ഇപ്പൊ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ചതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലും ഇതുപോലെയുള്ള തകർച്ച സംഭവിക്കുകയാണെങ്കിൽ ദേശീയമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആക്കം കുറഞ്ഞു വരുന്നു എന്ന് വേണം കാണാൻ. അതിൽ വളരെയേറെ ആശങ്ക പ്രകടിപ്പിക്കുന്നതാണ് ഇപ്പോൾ കരട് രേഖയായി അവർ തയ്യാറാക്കിയിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർത്തുകൊണ്ട് എങ്ങനെ പാർട്ടിയുടെ അടിത്തറ ബലപ്പെടുത്താമെന്നുള്ളതിലാണിപ്പോൾ CPM ഊന്നൽ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്കുണ്ടായ വോട്ട് വർധന, വോട്ടിന്റെ ശതമാനത്തിലുള്ള വർധന ഈ തരം ഭയത്തെ ശക്തീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ തരത്തിൽ ഒരു പുനർചിന്തനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാർട്ടിയുടെ സ്വാധീനം ദേശീയമായി തന്നെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അവരുടെ ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും ഇപ്പോൾ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുകയാണ്. എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെന്ന് പറയാൻ വയ്യ. ആകെ 4 MPമാരാണിപ്പോൾ ലോക്സഭയിൽ CPMനുള്ളത്. അതിലൊരൊറ്റ MP മാത്രമാണ് CPMന്റെ മാത്രം ലേവലിൽ ജയിച്ചിരിക്കുന്നത്. അത് കേരളത്തിലുള്ള ശ്രീ K. രാധാകൃഷ്ണൻ.
ബാക്കിയുള്ള 3 MP-മാരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന രീതിയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്തുണ കൊടുത്തതുകൊണ്ട് മാത്രം നേടിയ വിജയമാണ്. ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് ഒട്ടും ഭൂഷണമല്ല. അടവ് നയം എന്നൊക്കെ പറഞ്ഞ് പ്രാദേശികമായി ഉണ്ടാക്കുന്ന ഉടമ്പടികളോ അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണി സംവിധാനമോ ഒന്നും പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. മറ്റ് പാർട്ടികളോട് ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തനതായിട്ടുള്ള സ്വത്വം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് സംഘടിതമായി BJPയെ എതിർക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിക്കുകയും വേണം എന്നുള്ളതാണ് കാതലായിട്ടുള്ള ഈ കരട് രേഖയിലെ പ്രതിപാദ്യം. അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയ ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ വലിയൊരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് ഇനിയും പാർട്ടിയുടെ വളർച്ചയ്ക്കായി ഉണ്ടാകേണ്ടത്. കേരളത്തിൽ അവർ ഒരു കാരണവശാലും കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന നിലയിലാണെങ്കിൽ പോലും നിൽക്കാൻ സാധ്യമല്ല. അത് ഇന്ത്യ മുന്നണി തന്നെ അത്തരം വിട്ടുവീഴ്ചകൾക്കൊക്കെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി നേരിട്ട് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ എതിർക്കുകയാണ്. ആ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഒരു സംയുക്ത മുന്നണിയായി BJPയെ ഒരു തരത്തിലും തുടരാൻ അനുവദിക്കുകയില്ല, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു ഐക്യമാണിപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത്. അതിൽ ഏറെ പങ്കും പ്രാദേശിക കക്ഷികളാണ്. DMK, SP, NCP പോലെയുള്ള പ്രാദേശിക കക്ഷികൾ കൊടുത്തിരിക്കുന്ന ഒരു പിന്തുണയാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിലും ഇന്ത്യ മുന്നണിക്കുള്ളത്. അപ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ ഏത് വില കൊടുത്തും BJPയെ എതിർത്ത് പരാജയപ്പെടുത്തണമെന്നും RSSനെയും എതിർക്കണമെന്നും അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വർഗീയ പ്രീണനവും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ആശാസ്യമായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള ഒരു പുനഃശ്ചിന്തനം ഉണ്ടാകും. പാർട്ടി കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.